മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറക്കുന്നു. ഇന്നു മുതൽ ദർശനത്തിനുള്ള ക്രമീകരണം പുതിയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ച് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നമ്മോട് വിശദമായി പറഞ്ഞതാണ്. ഇപ്പോൾ നട തുറക്കും. ദിവിഷ് 12 പേരാണ് ദർശന ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ശബരിമല മീനമാസ പൂജയ്ക്കായി നട തുറന്നിരിക്കുന്നു. മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. അയ്യപ്പ ദർശനത്തിനായി കാത്തുനിന്നവരുടെ സുഖകരമായ അന്തരീക്ഷത്തിൽ മീനമാസ പൂജകൾക്കായി നട തുറന്നു. ഇന്ന് രാത്രി 10 മണിക്ക് നട അടയ്ക്കും. നാളെ രാവിലെ 5 മണിക്കാണ് ദർശനം ആരംഭിക്കുന്നത്. പതിവ് പോലെയാണ് 5 ദിവസമാണ് മാസപൂജയ്ക്കായി നട തുറക്കുന്നത്. ഭക്തർ ഏറെക്കാലത്ത് അയ്യപ്പ ഭക്തർക്ക് ഏറ്റവും വലിയ ആവശ്യമാണ് ശബരിമല അയ്യപ്പ സ്വാമിയെ കുറച്ചധികം നേരം കാണാനുള്ള ഒരു അവസരം ക്രമീകരണം ഉണ്ടാകുക എന്നത്. അതിനുള്ള സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഇത്തവണ നടപ്പാക്കിയിരിക്കുന്നത്. അതായത് ഫ്ലൈ ഓവർ ചുറ്റി സോപാനത്തിന് മുന്നിലെത്തി ദർശനം നടത്തുമ്പോൾ 2-3 സെക്കൻഡ് മാത്രം അയ്യപ്പനെ വണങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നത് ആ ക്രമീകരണത്തിന് മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ തിരക്കിനിടയിൽ സോപാനത്തിന് മുന്നിലേക്ക് എത്തുന്ന പലർക്കും ഈ തിരക്കിനിടയിൽ തള്ളി നീക്കപ്പെടുമ്പോൾ ഒന്ന് കാണാൻ പോലും കഴിയാതെ മടങ്ങേണ്ടി വരാറുണ്ടായിരുന്നു. അത്തരത്തിൽ വിഷമം അനുഭവിച്ചവരുമുണ്ട്. കാരണം ഇരുമുടിക്കെട്ടുമായി ദൂരദേശങ്ങളിൽ നിന്ന് െത്തി അയ്യപ്പനെ മതിവരുവോളം കാണാനുള്ള അവസരമില്ല എന്ന പരാതി, അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതിൻ്റെ ഉദ്ദേശത്തോടെയാണ് ഈ ദർശന രീതിക്കൊരു മാറ്റം വരുത്തിയത്. 18-ാം പടി കയറി മുകളിലേക്ക് എത്തിയാൽ കൊടിമരത്തിന്റെ വശത്തുകൂടി ഈ ബലിക്കൽ മണ്ഡപത്തിന്റെ വശത്തുള്ള ഗില്ലിന് അരികിലൂടെ അകത്തേക്ക് കടന്ന് അകത്തേക്ക് പ്രവേശിച്ച് സോപാനത്തിലേക്കുള്ള വഴി രണ്ടായി തിരിച്ചു. ബാരിക്കേഡ് വെച്ച് ഇടയ്ക്ക് കാണിക്ക വഞ്ചി സ്ഥാപിച്ച് രണ്ടായി തിരിച്ച് അവിടെ നിന്ന്, അതായത് ഈ ബലിക്കൽ മണ്ഡപത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അയ്യപ്പസ്വാമിയെ ദർശിച്ച് സോപാനത്തിലേക്ക് എത്താൻ സാധിക്കും. അതാണ് 20 സെക്കൻഡ് നേരമെങ്കിലും ഇവിടെ അയ്യപ്പസ്വാമിയെ ദർശിക്കാനുള്ള പുതിയ ക്രമീകരണം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തും എന്ന് തന്നെ മനസ്സിലാക്കാൻ. കാരണം ഇതിൽ തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടാണ് ഈ പുതിയ ക്രമീകരണം നടത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോമുകൾ ഇളക്കി മാറ്റി കഴിഞ്ഞ ഒരാഴ്ചയായി പുതിയ പ്ലാറ്റ്ഫോം, അതായത് ഈ ബലിക്കൽ മണ്ഡപത്തിന് അകത്തേക്ക് കയറുന്ന ഭാഗത്ത് ഒരു കാണിക്കവഞ്ചി സ്ഥാപിച്ച് 2 വശത്ത് ബാരിക്കേഡ് ഒരുക്കി 2 വശത്ത് കൂടി അയ്യപ്പ ഭക്തർക്ക് അകത്തേക്ക് കടന്ന് സോപാനത്തിനടുത്തേക്ക് എത്തുന്നത് വരെ 20 സെക്കൻഡ് നേരം തൊഴുത് വണങ്ങി ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ഉപദേവന്മാരെയും അതുപോലെ തന്നെ മാളികപ്പുറത്തും ദർശനം നടത്താനുള്ള ഒരു ക്രമീകരണമാണ്. ഏതായാലും അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഇന്നു മുതൽ അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പസ്വാമിയെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം കൂടുതൽ സമയം ദർശിക്കാനുള്ള അവസരം. ഇതിൽ പുറമെ ഇരുമുടിക്കെട്ടുമായി വരാത്തവർക്ക് സിവിൽ ദർശനം, നേരത്തെ ഫ്ലൈഓവർ ഇറങ്ങി ഏത് രീതിയിലാണോ സോപാന മുന്നിലേക്ക് എത്തുന്നത് ആ രീതിയിൽ സിവിൽ ദർശനവുമുണ്ട്. ഏറ്റവും പ്രധാനം ഇരുമുടിക്കെട്ടുമായി വരുന്നവരാണ്. വരുന്ന അയ്യപ്പ ഭക്തർ വ്രതമെടുത്ത് വരുന്നവർ. അവർക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയെ അവരുടെ മനസ്സിലുള്ള പ്രാർത്ഥനകൾ അയ്യപ്പസ്വാമിക്ക് മുൻപാകെ സമർപ്പിക്കുന്നതിന് ആവശ്യമായ സമയം കിട്ടുന്നെങ്കിൽ അത് പൂർണ്ണമായും കിട്ടുമോ? ശരി പ്രശാന്ത്, എന്തായാലും
മാസപൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്നത് പുതിയൊരു ദർശനക്രമം, നേരിട്ട് ശ്രീകോവിലേക്ക് ഭക്തർക്ക് 18-ാം പടി കയറി നേരിട്ട് ശ്രീകോവിലേക്ക് എത്താൻ കഴിയുന്ന ഒരു രീതിയിലാണ് പുതിയ ഒരു രീതി അവലംബിക്കുന്നത്. അത് വിജയകരമാണെങ്കിൽ ഇനിയുള്ള കാലത്തേക്ക് അങ്ങനെയായിരിക്കും. അത് ഒരു കുറച്ച് കൂടുതൽ സമയം ഭക്തർക്ക് ഭഗവാനെ ദർശിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്.